ദേശീയപാത നിർമ്മാണ പ്രദേശത്തെ വെള്ളക്കെട്ടിൽ വിമർശനവുമായി ഹൈക്കോടതി. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് പ്രശ്നത്തിന് കാരണമായി കോടതി നിരീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇതിന് കൃത്യമായ പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. വിഷയത്തിൽ 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ തദ്ദേശ സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം കൂടി നൽകി. വിഷയത്തിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചപ്പോൾ തദ്ദേശ സെക്രട്ടറിയെ കൂടി കക്ഷി ചേർത്തിട്ടാണ് ഇത്തരമൊരു നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നത്. രേഷ്മ ബാബു വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. രേഷ്മ, എന്തൊക്കെയാണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ? ദേശീയപാത നിർമ്മാണ പ്രദേശത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വരാപ്പുഴ പഞ്ചായത്ത് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ചില പരാമർശങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലായ്മയുണ്ട്. ഇതാണ് ഈ പ്രദേശത്ത് ഒരു വെള്ളക്കെട്ടിന് കാരണമായിട്ട് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മാത്രമല്ല, ഈ റോഡിന്റെ വശങ്ങളിൽ NH അതോറിറ്റി ഓടകൾ നിർമ്മിക്കുന്നില്ല, അത് സംസ്ഥാനത്തിന്റെ ചുമതല എന്നുള്ള രീതിയിലാണ് മാറ്റി നിർത്തുന്നതെന്നുള്ള ഒരു പരാമർശം കൂടി ഡിവിഷൻ ബെഞ്ച് നടത്തിയ ഒരു സാഹചര്യമുണ്ട്. വശങ്ങളിൽ ഓടകൾ ഇല്ലാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ പണി പൂർത്തിയായി കഴിഞ്ഞാൽ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതെന്നും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. ഇത് അപകടകരമാണെന്നും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പരാമർശമുണ്ടായി. എന്തായാലും വിഷയത്തിൽ നിലവിൽ NH അതോറിറ്റിയുമായിട്ട് ചേർന്ന സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സെക്രട്ടറി ഹൈക്കോടതി കക്ഷി ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 3 ആഴ്ചയ്ക്കകം ഈ വിഷയവുമായി ബന്ധപ്പെട്ട സർക്കാരിന് എന്താണ് പറയുവാനുള്ളത് അത് മറുപടി എന്നുള്ള രീതിയിൽ ഹൈക്കോടതി അറിയിക്കുകയും വേണം. അനു. ശരി, രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.